ദി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെയും ഗ്രാമാന്തരങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് പേരാണ് വൻ നഗരങ്ങളിലേക്കും കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലേക്കും കുടിയേറുന്നത്. അവരനുഭവിക്കുന്ന ദുരിതങ്ങളും ചൂഷണങ്ങളും പുതിയ വാർത്തയല്ല. കോവിഡ് കാലത്ത് ഇതേറെ ചർച്ച ചെയ്തതുമാണ്. എന്നാൽ ഇപ്പോഴും കാര്യങ്ങളിൽ വലിയ വ്യത്യാസമില്ല എന്നതാണ് വാസ്തവം. ഈ വിഷയത്തെക്കുറിച്ചാണ് പ്രോഗ്രസീവ് വർക്കേഴ്സ് ഓർഗനൈസേഷൻ ചെയർപേഴ്സൺ കൂടിയായ ശ്രീ ജോർജ് മാത്യു സംസാരിക്കുന്നത്. ഏവർക്കും സ്വാഗതം. ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളാണ് തങ്ങളുടെ ജന്മനാടുകൾ ഉപേക്ഷിച്ച് നഗരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയാണ് ഈ ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് തൊഴിലന്വേഷിച്ചുള്ള ഈ പലായനത്തിന് കാരണമായിരിക്കുന്നത്. കാർഷിക മേഖലയുടെ തകർച്ച, പരമ്പരാഗത തൊഴിൽ മേഖല ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യം, അതുപോലെ ഈ കന്നുകാലി വളർത്തിയും മത്സ്യബന്ധനം നടത്തിയും വനവിഭവങ്ങൾ ശേഖരിച്ചുമൊക്കെ ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ തന്നെ അവരുടെ ജീവിതോപാധികൾ നഷ്ടപ്പെടുന്നതിനെ തുടർന്ന് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനെ തുടർന്ന് നഗരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ ജാതീയമായ അതിക്രമങ്ങളും വിവേചനവും ഫ്യൂഡൽ അടിച്ചമർത്തലുകളുമൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഈ ജാതീയമായ വിവേചനത്തിൽ നിന്നും അതിക്രമങ്ങളിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടി നഗരങ്ങളിലേക്ക് തൊഴിലാളികൾ എത്തുന്നുണ്ട്. ഈ ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിൽ എത്തിച്ചേരുന്ന ആളുകൾ തൊഴിലന്വേഷിച്ച് അലഞ്ഞു തിരിയുകയും അങ്ങേയറ്റം യാതനാപൂർവമായ ഒരു യാചകരെ പോലെ തന്നെ ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. നഗരങ്ങളിലെ ഗ്രാമീണ ജനസംഖ്യയിലുണ്ടായിരിക്കുന്ന കുറവും നഗര ജനസംഖ്യയിലുണ്ടായിരിക്കുന്ന വർധനവുമാണ് ഈ അടുത്ത കാലത്തായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രധാനമായും ഈ നഗരങ്ങളിലേക്ക് എത്തുന്ന ആളുകൾ സാധാരണ അവർ ഏറ്റവും കൂടുതൽ അപകടകരമായ മേഖലകളിലൊക്കെ തന്നെ ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇത് വളരെ കുറഞ്ഞ വേതനത്തിന് അവർ ജോലി ചെയ്യേണ്ടി വരുന്നു. അടിമകളുടെ സമാനമായ ഒരു ജീവിത സാഹചര്യം നിലനിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഇവിടെ. ഈ ക്യാപിറ്റലിസത്തിൻ്റെ ഒരു വികാസമൊക്കെയായി ബന്ധപ്പെട്ടിട്ട് യൂറോപ്യൻ കോളനിവൽക്കരണമൊക്കെയായി ബന്ധപ്പെട്ടിട്ട് ആഫ്രിക്കയിൽ നിന്ന് അടിമകളെ എന്ത് ചെയ്തിരുന്നു, യൂറോപ്പിൻ്റെ കോളനികളിലേക്ക് ബലമായി പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഒരു ഘട്ടത്തിൽ നിലനിന്നിരുന്നു. ഏതാണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് യൂറോപ്പിൻ്റെ കോളനികളിലേക്ക് എത്തിയിരുന്നത്. അപ്പം അവരുടെ ജീവിത സാഹചര്യത്തിന് കോളനികളിൽ അവരുടെ ജീവിത സാഹചര്യത്തിന് സമാനമായ അന്തരീക്ഷം പല തൊഴിൽ സ്ഥലങ്ങളിലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അവസ്ഥ. തൊഴിലാളികൾ നിരവധി പ്രക്ഷോഭങ്ങളിലൂടെയൊക്കെ തന്നെ നേടിയെടുത്തിരിക്കുന്ന തൊഴിലവകാശങ്ങളും മനുഷ്യാവകാശങ്ങളുമൊക്കെ തന്നെ ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ള ഒരു മൊത്തം തൊഴിലാളികളിൽ ഒരു സംഘടിത മേഖലയിൽ മൊത്തം തൊഴിലാളി വർഗത്തിൻ്റെ ഏതാണ്ട് 90% അധികവും അസംഘടിത മേഖലയിലുള്ളവരാണ്. ബാക്കി ഏതാണ്ട് 10% വരുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ നിയമപരമായ പരിരക്ഷ അല്ലെങ്കിൽ തൊഴിൽ നിയമത്തിൻ്റെയൊക്കെ പരിരക്ഷ ഒക്കെ ലഭിക്കുന്നുള്ളൂ എന്നുള്ളത്. എന്നാൽ ബാക്കി വരുന്ന 90%-നും ഒരു തരത്തിലുള്ള ചൂഷണത്തിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്ന നിയമപരമായ പരിരക്ഷ ലഭിക്കുന്നില്ലാത്ത ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഈ നിരവധി തൊഴിലാളികൾ, ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ ഈ അടിമകളെ പോലുള്ള ഒരു തൊഴിൽ സാഹചര്യം പ്രധാനമായും വൻകിട ഫാക്ടറികളിലും വലിയ കൺസ്ട്രക്ഷൻ സൈറ്റുകളിലുമൊക്കെ തന്നെയാണ് അങ്ങനെ നിലനിൽക്കുന്നത്. അത് നമ്മൾ ഈ ആളുകളൊക്കെ തന്നെ ഇപ്പം വലിയ ഫിഷ് എക്സ്പോർട്ടിംഗ് കമ്പനികൾ, ഗാർമെൻറ്റ്സ് എക്സ്പോർട്ടിംഗ് കമ്പനികൾ, ഇത്തരം ഫാക്ടറികളിലൊക്കെ തന്നെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പുറത്തു പോകാനായിട്ടുള്ള ഇഷ്ടികകളങ്ങൾ, ഇങ്ങനെ ആളുകൾക്കൊന്നും പുറത്തു പോകാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ആ പുറത്തു പോകാത്ത കഴിയാത്ത അവർക്ക് പാർക്കിൽ പോകാൻ കഴിയുന്നില്ല, അവർക്ക് ആരാധനാലയങ്ങളിൽ പോകാൻ കഴിയുന്നില്ല, അവർക്ക് മാർക്കറ്റിൽ പോയി അവർക്ക് സാധനങ്ങൾ വാങ്ങാനായിട്ടൊന്നും തന്നെ അവർക്ക് സ്വന്തം നിലയിൽ പുറത്തു പോകാനായിട്ട് കഴിയുന്നില്ല. 10-12 മണിക്കൂറൊക്കെ അവർ തൊഴിൽ ചെയ്യുന്നു. പുറത്തു പോകാനായിട്ട് അവരെ അനുവദിക്കുന്നില്ല. അവർക്ക് അവധി ദിവസങ്ങളിൽ അവർ തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ മാത്രമാണ് അവർക്ക് പോകാനായിട്ട് കഴിയുക. അതല്ലെങ്കിൽ അവരെ ഏതെങ്കിലും സൂപ്പർവൈസർമാരോ മറ്റോ ഒക്കെ കൊണ്ടുപോയിട്ട് വാഹനത്തിൽ കൊണ്ടുപോയി ഗ്രൂപ്പായിട്ട് വാഹനത്തിൽ കൊണ്ടുപോയിട്ടാണ് അവർ മാർക്കറ്റിൽ നിന്നുമൊക്കെ എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് തന്നെ. അപ്പം ഇത്
ഏതാണ്ടൊരു സെമി ബോണ്ടഡ് അവസ്ഥ എന്ന് പറയും. അതായത് ഭാഗികമായ ഒരു ബന്ധിത തൊഴിലാളികളാണ് ഈ കോർപ്പറേറ്റ് സെക്ടറിൽ പ്രധാനമായിട്ടും വൻകിട മേഖലകളിൽ കോർപ്പറേറ്റ് സെക്ടറിൽ പ്രധാനമായിട്ടും നിലനിൽക്കുന്നത്. ഈ തൊഴിലാളികൾ പ്രധാനമായിട്ടും വരുന്നത് ഇന്ത്യയിലെ ഏറ്റവും സാമൂഹിക പിന്നോക്കാവസ്ഥയുള്ള മേഖലകളിൽ നിന്നാണ്. അതായത് നമുക്ക് ഈ ഇവിടുത്തെ ഗാർമെൻറ്റ് സെക്ടറൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ഈ മണിപ്പൂർ നോർത്ത് ഈസ്റ്റിലെയൊക്കെ തന്നെ ഏറ്റവും പിന്നോക്ക മേഖലയിൽ നിന്നുള്ള സാമൂഹികമായ പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന മേഖലകളിൽ നിന്നുള്ള ജില്ലകളിലെ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവർ ആദിവാസികളാണ് വരുന്നത്. ഈ അവരെ എന്ത് ചെയ്യുന്നു, കൂടുതൽ ഏറ്റവും സാമൂഹിക പിന്നോക്കാവസ്ഥയുള്ള മേഖലകളിൽ നിന്ന് ഏറ്റവും ദരിദ്രരായിട്ടുള്ള ആളുകളെ ഇത്തരം സെക്ടറിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിൻ്റെ കാരണം കൂടുതൽ അനുസരണവും വിധേയത്വവും ഉണ്ടാകുമെന്നും ഉള്ളതുകൊണ്ടാണ് അങ്ങനെ റിക്രൂട്ട് ചെയ്യുന്നത്. ഈ ആളുകൾക്ക് എന്ത് ചെയ്യുന്നു, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പുറത്ത് വളരെ തുച്ഛമായ വരുമാനം ലഭിച്ചുകൊണ്ട് ഈ ആളുകൾ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. മറിച്ച് ഒരു പൊളിറ്റിക്കലി കുറച്ചുകൂടെയൊക്കെ മെച്ചപ്പെട്ട, അതിൽ സാമൂഹികവും രാഷ്ട്രീയവും ഒക്കെ ആയിട്ട് മെച്ചപ്പെട്ട ചില ജില്ലകളിൽ നിന്ന്, ഇന്ത്യയിലെ ചില ബംഗാളിലെയോ അല്ലെങ്കിൽ ഒഡീഷയിലെയോ ഒക്കെ ചില ജില്ലകളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് സാധാരണ നമ്മുടെ നാട്ടിൽ നമ്മൾ നിർമ്മാണ മേഖലയിലുമൊക്കെ മറ്റ് ഹോട്ടലുകൾ, നിർമ്മാണ മേഖലയിലും ഡെയിലി കൂലിപ്പണിക്കുമൊക്കെ ഡെയിലി പോകുന്ന ആളുകളുണ്ട്. അവർക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ദിവസം കുറച്ചുകൂടെ മെച്ചപ്പെട്ട വേതനം ലഭിക്കുകയും സ്വന്തം നിലയിൽ താമസിക്കുകയും സ്വാതന്ത്ര്യം അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അവരെ കുറച്ചുകൂടെയൊക്കെ ദൃശ്യമാണ് എന്നുള്ളതാണ്. മറിച്ച് ഈ പുറലോകവുമായിട്ട് ബന്ധമില്ലാതെ ഈ അടിമത്താവളത്തിൽ എന്നുള്ള പോലെ ജീവിക്കേണ്ടി വരുന്ന ഈ ആളുകൾക്ക് പുറലോകമായിട്ട് തന്നെ യാതൊരു തരത്തിലുള്ള ബന്ധവും നിഷേധിക്കപ്പെട്ടുകൊണ്ട് ജോലി ചെയ്യുന്നു. യാതൊരു തരത്തിലുള്ള ഇൻസ്പെക്ഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ തൊഴിലാളികളുടെ വളരെയധികം മണിക്കൂറുകൾ, 15-16 മണിക്കൂറുകളൊക്കെ വരെ തൊഴിലാളികൾ ജോലി ചെയ്യേണ്ടി വരുന്നു. തൊഴിൽ സ്ഥലത്തെ കഠിനാധ്വാനം, അതുപോലെ തന്നെ പോഷകാഹാരക്കുറവ്, ഈ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ, ഇത്തരം പല കാരണങ്ങൾ കൊണ്ട് അവരുടെ ആരോഗ്യം വളരെ മോശമായ ഒരവസ്ഥയിലേക്ക് എത്തുകയും നിരവധി തൊഴിലാളികളുടെ ഇടയിൽ മരണ നിരക്ക് വർദ്ധിക്കുകയും ചെയ്യുന്നു. അകാല വാർദ്ധക്യത്തിലേക്ക് അവർ പോകുന്നു. ഈ ജോലി സംബന്ധമായ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾ അവർക്കുണ്ടാവുകയും അവർ അകാല വാർദ്ധക്യത്തിലേക്ക് പോവുകയും അതുപോലെ മരണസംഖ്യ തൊഴിലാളികളുടെ ഇടയിൽ വളരെ കൂടുതലാണ് എന്നുള്ള ഒരു വസ്തുതയുണ്ട്. ഇത് ഈ വിഷയം നമ്മളുടെ സംഘടന പ്രോഗ്രസീവ് വർക്കേഴ്സ് ഓർഗനൈസേഷൻ ഇത് ദേശീയ മാധ്യമങ്ങളൊക്കെ വഴി പുറത്തു കൊണ്ടുവരികയും ഹിന്ദുവൊക്കെ ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു വസ്തുതയാണ്. ഡോക്ടർമാരൊക്കെ തന്നെ ഈ കാര്യങ്ങൾ ഹോസ്പിറ്റലുകളിൽ അംഗീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവരുടെ ഫലപ്രദമായ ചികിത്സ ലഭിച്ചാൽ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ പോലും ജീവൻ രക്ഷിക്കാൻ കഴിയാതെ മരണമടയുന്ന സംഭവങ്ങളുണ്ട്. കാരണം ചികിത്സ അവർക്ക് ലഭ്യമാക്കാനായിട്ട് കഴിയില്ല. അവരുടെ കുറഞ്ഞ വരുമാനം, അല്ലെങ്കിൽ ഗവൺമെൻറ് ആശുപത്രികളിൽ പോലും ഇപ്പം സൗജന്യമായ ചികിത്സ ലഭിക്കാത്ത സാഹചര്യങ്ങൾ, ഇതൊക്കെ കൊണ്ട് തന്നെ എന്തു ചെയ്യില്ല, ആവശ്യത്തിന് ചികിത്സാനന്തരമുള്ള ആവശ്യത്തിനുള്ള വിശ്രമം ലഭിക്കില്ല. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പം ഇതുകൊണ്ടൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ മരണത്തിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് ഒരു സാധാരണ മനുഷ്യൻ്റെ ആയുസ്സുമായിട്ട് മറ്റ് പുറത്ത് ഉള്ളൊരു താരതമ്യം ചെയ്യുമ്പോൾ തൊഴിലാളികളുടെ ആയുർദൈർഘ്യം വളരെ കുറഞ്ഞതാണ് എന്നുള്ളതാണ്. ഈ തരത്തിൽ ഒരു പഠനം ഗൗരവമായിട്ട് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. അതുപോലെ മറ്റൊരു കാര്യമാണ് ഈ വർക്ക് സൈറ്റ് ആക്സിഡൻറ്റുകളിൽ തൊഴിലാളികൾ മരണപ്പെടുന്നു എന്നുള്ളതാണ്. ഈ വർക്ക് സൈറ്റ് ആക്സിഡൻറ്റുകളിൽ മരണമടഞ്ഞവരുടെ വിധവകളും അവരുടെ അനാഥരാക്കപ്പെട്ട മക്കളും അവരുടെ വൃദ്ധരായ മാതാപിതാക്കളുമൊക്കെ ആരോരും അറിയാതെ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ ഇപ്പോഴും അവരിങ്ങനെ ജീവിച്ചിരിക്കുന്നുണ്ട്. നിയമാനുസൃതമായ ഒരു തരത്തിലും 1923 വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് ഉണ്ടാകുന്നത്. അതായത് തൊഴിൽ സ്ഥലത്ത് അപകടത്തിൽ പരിക്കുപറ്റുകയോ മരണപ്പെടുകയോ ചെയ്യുന്ന ആളുകൾക്ക് നിയമാനുസൃതമായി നഷ്ടപരിഹാരം ലഭിക്കേണ്ടതാണ്. പക്ഷേ ഇങ്ങനെ
അപകടത്തിൽപ്പെടുകയും മരണപ്പെടുകയും ചെയ്യുന്ന തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നത് വളരെ കുറച്ച് മാത്രമാണ് എന്നുള്ളതാണ്. ഇങ്ങനെ ഉള്ള അപകടങ്ങളും മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുകയെന്ന് പോലുമില്ല. അപ്പോൾ നമ്മളുടെ കേരളത്തിൽ എത്ര തൊഴിലാളികളാണ് ഒരു വർഷം വർക്ക് സൈറ്റ് ആക്സിഡൻറ്റിൽ മരണപ്പെടുന്നത്? എത്ര തൊഴിലാളികളാണ് വർക്ക് സൈറ്റ് ആക്സിഡൻറ്റ് പറ്റി ഗുരുതരമായി പരിക്ക് പറ്റുന്നത്? ഇക്കാര്യത്തെ സംബന്ധിച്ചിട്ട് ഒരു കണക്കും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഇല്ല എന്നുള്ളതാണ്. അഥവാ ഇപ്പം ഈ മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിമൊക്കെയായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ തുച്ഛമായ തുകയാണ് ആർക്കെങ്കിലുമൊക്കെ നിയമപരമായി കോമ്പൻസേഷൻ നഷ്ടപരിഹാരം കിട്ടിയാൽ തന്നെ ലഭിക്കുന്നതെന്നുള്ളതാണ്. ഈ ആനുപാതികമായി നോക്കുമ്പോൾ വളരെ കുറഞ്ഞ തുകയാണ് വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് പ്രകാരം ലഭിക്കുന്ന ഒരു എമൗണ്ട് തന്നെ. അപ്പം അതുപോലെ ജോലി ചെയ്യാൻ കഴിയാതെ അംഗവൈകല്യം സംഭവിച്ച് ഭാഗികമായും അല്ലാതെയുമൊക്കെ അംഗവൈകല്യം സംഭവിച്ച് ജോലി ചെയ്യാൻ കഴിയാത്ത ആളുകൾ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ ധാരാളം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ യുവത്വത്തിൽ തന്നെ അവർക്ക് തുടർന്ന് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വർക്ക് സൈറ്റുകളിൽ അപകടം സംഭവിച്ച് അവർ എത്തിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ അവസ്ഥ പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സ്ത്രീകൾ പലതരത്തിൽ ഈ നഗരങ്ങളിലേക്ക് എത്തുന്ന പലപ്പോഴും ഈ പല ഫാക്ടറികളും സ്ഥാപനങ്ങളും ഒക്കെ തന്നെ സ്ത്രീകൾക്ക് തൊഴിൽ നൽകുന്നതിന് വേണ്ടി കൂടുതൽ താല്പര്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു വലിയ കാര്യമായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ കൂടുതൽ അനുസരണവും വിധേയത്വവും ഒക്കെ ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് സ്ത്രീകൾക്ക് ഇവർ ജോലി നൽകുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാവുന്നത്. മൊത്തത്തിൽ ഈ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് തന്നെ ഈ അനുസരണവും വിധേയത്വവും ഉണ്ടാകുമെന്നുള്ളത് കൊണ്ടും തൊഴിൽ നിയമങ്ങൾ വയലേറ്റ് ചെയ്താൽ പോലും തൊഴിൽ നിയമങ്ങൾ ഈ ചൂഷണത്തിനെതിരായിട്ട് ഈ തൊഴിലാളികളിൽ നിന്നൊരു ശബ്ദം ഉയരുകയില്ല എന്നുള്ള ഒരു ഉറപ്പുള്ളത് കൊണ്ടുകൂടിയാണ് ലേബർ മൈഗ്രേഷനെ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യവും കൂടെ ഉള്ളത്. പ്രാദേശികമായിട്ട് ഉള്ള തൊഴിലാളികളെ ജോലിക്ക് വേണ്ടി നിയമിച്ചു കഴിഞ്ഞാൽ അവർ ട്രേഡ് യൂണിയനുകൾ ഉണ്ടാക്കും, അവരവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇടപെടും, അവർ സംഘടിക്കും. അപ്പോൾ ഈ സംഘടിതമായ തൊഴിലാളികളുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലേബർ മൈഗ്രേഷനെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതിൽ സ്ത്രീകൾക്ക് എന്തു ചെയ്യുന്നു? ഈ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നുണ്ട് ഈ പല ഫാക്ടറികളും സ്ഥാപനങ്ങളും ഒക്കെ ജോലി കൊടുക്കുന്നതിന് വേണ്ടി. പക്ഷേ ഇങ്ങനെ ഈ സ്ത്രീകൾക്ക് ജോലി നൽകുമ്പം പോലും പലപ്പോഴും ചില പ്രത്യേക സാഹചര്യത്തിൽ ജോലി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഇവിടെ നഗരത്തിലേക്ക് എത്തിയതിന് ശേഷം ജോലി ലഭിക്കാതെ വരികയോ ഒക്കെ ചെയ്യുമ്പോൾ സ്ത്രീകൾ അനുഭവിക്കുന്ന വലിയ തരത്തിലുള്ള ക്രൈസിസ് ഉണ്ട്. അവർക്ക് ഒരു താമസ സൗകര്യങ്ങൾ പോലും ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും സ്ത്രീകൾ പലതരത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ട്രാപ്പിൽപ്പെടുകയും ചൂഷണം ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളായിട്ട് എത്തുന്ന സ്ത്രീകളുണ്ട്. അപ്പം ഈ കുട്ടികളായിട്ട് എത്തുന്നു, സിംഗിൾ മദർ എന്നുള്ള തലത്തിൽ കുട്ടികളായിട്ട് എത്തുന്നവരുണ്ട്. അപ്പം ഈ കുട്ടികളുടെ അല്ലെങ്കിൽ കുടുംബമായിട്ട് സാധാരണ വരുമ്പോഴും ഒക്കെ തന്നെ ഈ കുട്ടികളുടെ ബാധ്യത പൂർണ്ണമായിട്ടും ഈ സ്ത്രീകളിലായിരിക്കും കുട്ടികളുടെ ചുമതല ഏറ്റെടുക്കുക എന്ന് പറയുന്ന പരിചരണത്തിൻ്റെ. അപ്പം ഈ തൊഴിൽ സ്ഥലങ്ങളിലേക്ക് അമ്മമാർ കുഞ്ഞുങ്ങളായിട്ട് പോവുകയും ചെയ്യുന്നു. ഇപ്പോൾ പ്ലൈവുഡ് ഫാക്ടറികളിലേക്കും ഇഷ്ടിക കളങ്ങളിലേക്കൊക്കെ സ്ത്രീകൾ കുഞ്ഞുങ്ങളായിട്ട് പോവുകയും അവിടെ വച്ചിട്ട് കുഞ്ഞുങ്ങൾ അപകടത്തിൽപ്പെടുകയും മരണപ്പെടുകയും ഒക്കെ ചെയ്തിരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇടുക്കിയിൽ ഒരു ഇഷ്ടികക്കളത്തിൽ വെച്ച് ആസാമിൽ നിന്നുള്ള ഒരു അമ്മ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലോറി ഇഷ്ടിക എടുക്കുന്നതിന് വേണ്ടി വന്നിരിക്കുന്ന ലോറി കയറി കുഞ്ഞ് മരണപ്പെട്ടു. കഴിഞ്ഞ വർഷം പെരുമ്പാവൂർ ഒരു പ്ലൈവുഡ് ഫാക്ടറിയിൽ അമ്മ സിംഗിൾ മദറാണ്. ആ കുഞ്ഞിൻ്റെ അച്ഛന് ഇല്ല, അച്ഛൻ ഉപേക്ഷിച്ച് പോയിരിക്കുന്നതാണ് അമ്മയുടെ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നു. ഈ കുഞ്ഞ് എന്ത് ചെയ്യുന്നു? അമ്മയോടൊപ്പം അമ്മയ്ക്ക് മുറിയിൽ താമസിക്കുന്ന മുറിയിൽ ഇരുത്തിയിട്ട് പോകാനായിട്ട് കഴിയില്ല. ഈ സാഹചര്യത്തിൽ കുഞ്ഞുമായിട്ടാണ് അമ്മ പോകുന്നത്. കുഞ്ഞ് എന്ത് ചെയ്യുന്നു? ഫാക്ടറിയിൽ അവിടെ ഓടിക്കളിക്കുന്ന ചെറിയ 4 വയസ്സുള്ള കുഞ്ഞാണ്. ആ കുഞ്ഞ് ഫാക്ടറിയിൽ ഓടിക്കളിക്കുന്ന സമയത്ത്
അവിടുത്തെ ഒരു വേസ്റ്റ് വെള്ളം പോകുന്ന ഒരു കാനയിൽ വീണ് കുഞ്ഞ് മരണപ്പെടുന്നു. അപ്പം നിരവധി അമ്മമാർ കുഞ്ഞുങ്ങളുമായിട്ട് വർക്ക് സൈറ്റിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കുഞ്ഞുങ്ങൾക്ക് ഒരു പരിപാലന കേന്ദ്രം ഇല്ലാതാവുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു. കുഞ്ഞുങ്ങൾക്കത് വലിയ തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളും, ഈ ഫാക്ടറികളിലുമൊക്കെ തന്നെ അമ്മമാരുടെ ഒപ്പം കുഞ്ഞുങ്ങൾ നിൽക്കുന്നത് വലിയ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. അതുപോലെ സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഇഷ്ടികക്കിളങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്തൊക്കെ സ്ത്രീകൾ ജോലി ചെയ്യേണ്ടി വരുമ്പോൾ ആവശ്യത്തിന് ബാത്റൂം സൗകര്യങ്ങളോ മറ്റ് ഫെസിലിറ്റീസോ ഒന്നും തന്നെ ഇല്ല. ഗർഭിണിയായിരിക്കുമ്പോഴും പീരീഡ്സ് ആയിരിക്കുമ്പോഴും ഒക്കെ തന്നെ സ്ത്രീകൾ കഠിനാധ്വാനം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പുരുഷന്മാരെ അപേക്ഷിച്ച് ഏതാണ്ട് പലപ്പോഴും തൊഴിലാളി സ്ത്രീകൾ ഈ 4 മണിക്കൊക്കെ ഉണർന്ന വീട്ടിലെ ജോലികളൊക്കെ ചെയ്തതിന് ശേഷമാണ് തൊഴിൽ സ്ഥലത്തേക്ക് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ പോവുകയും വൈകുന്നേരം തിരിച്ച് വളരെ വൈകി വീട്ടിലെത്തുകയും തുടർന്നും ജോലിയൊക്കെ ചെയ്തതിന് ശേഷം വളരെ ഉറങ്ങുന്നതിന് വേണ്ടിയും വിശ്രമിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് വളരെ കുറച്ച് സമയം മാത്രമാണ് ഈ സ്ത്രീകൾക്ക് ലഭിക്കുന്നത് എന്നുള്ള. അതുപോലെ തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ 7-8 പേരൊക്കെ ഒരു ചെറിയ മുറിയിൽ തിങ്ങിക്കൂടി താമസിക്കേണ്ടി വരുന്നു. അവിടെ കാറ്റും വെളിച്ചമൊന്നും ഇല്ലാത്ത, കയറില്ലാത്ത ടിൻ ഷീറ്റ് കൊണ്ട് ഇട്ട മുറികളിലൊക്കെയാണ് പലയിടത്തും തൊഴിലാളികൾ താമസിക്കേണ്ടി വരുന്നത്. വളരെ ചേരി സമാനമായ ഒരു ജീവിതമാണ് തൊഴിലാളികൾക്ക് ഉള്ളത് എന്നുള്ളതാണ്. കേരളത്തിന് പുറത്തൊക്കെ ആണെങ്കിൽ ചേരികളിലാണ്, റോഡ് സൈഡിലും ചേരികളിലുമൊക്കെ താമസിച്ചുകൊണ്ടാണ് ഈ കുടിയേറ്റ തൊഴിലാളികൾ ജോലിക്ക് പോകുന്നത്. ഗുജറാത്തിൽ ഈ സൂറത്തിലും അഹമ്മദാബാദിലും ഒക്കെ 17-18 വയസ്സുള്ള അമ്മമാർ മധ്യപ്രദേശിൽ നിന്നുമൊക്കെ വരുന്ന, രാജസ്ഥാനിൽ നിന്നുമൊക്കെ വരുന്ന ട്രൈബ്സ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർ ഈ കുഞ്ഞിന് പാൽ കൊടുത്തുകൊണ്ട്, മുലപ്പാൽ കൊടുത്തുകൊണ്ട് റോഡ് സൈഡിൽ ജോലി അന്വേഷിച്ച് പോകുന്നതിന് വേണ്ടി ഇരിക്കുന്നുണ്ടാവും. അവർ പലപ്പോഴും ഈ കാന ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വർക്കിന് പോകുന്നവരായിരിക്കും. ഈ റോഡ് സൈഡിൽ തൊഴിലാളികളുടെ ഗ്രൂപ്പുകളായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ വന്നിട്ട് വിലപേശി തൊഴിലാളികളെ ജോലിക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. അവരൊക്കെ ചേരി പ്രദേശത്താണ് അവർ താമസിക്കുന്നത്. അപ്പം ആ ചേരികളൊക്കെ സന്ദർശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, രാത്രിയായി കഴിഞ്ഞാൽ ഒന്ന് ടോയ്ലറ്റിൽ പോകാനായിട്ടോ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി പോകാനായിട്ടുള്ള സൗകര്യം പോലും ഈ സ്ത്രീകൾക്കില്ല എന്നുള്ളതാണ്. ഈ ചെറിയ മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ എവിടെയെങ്കിലും കിടത്തിയിട്ട്, ഈ പൊടിയൊക്കെയുള്ള ഒരു അന്തരീക്ഷത്തിൽ കിടത്തിയിട്ടായിരിക്കും ഈ അമ്മമാർ ജോലി ചെയ്യുന്നത്. അപ്പം ഈ വളരെ വളരെ ഇന്ത്യയുടെ നഗരങ്ങളിൽ നഗര സമ്പദ് വ്യവസ്ഥ രൂപപ്പെടുത്തുന്നതിൽ ഫാക്ടറികളിൽ പണിയെടുത്തുകൊണ്ടും വലിയ പാലങ്ങളും റോഡുകളും ഒക്കെ നിർമ്മിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വൻകിട നിർമ്മാണങ്ങൾ നടക്കുന്നത് ഈ തൊഴിലാളികളുടെ അധ്വാനം ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ അധ്വാനം വിൽക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രാഥമികമായ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് പോലും, മിനിമം ഭക്ഷണം കഴിക്കുന്നതിന് പോലും അവർക്ക് ലഭിക്കുന്ന വരുമാനം കൊണ്ട് അതിന് പോലും കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. അത്യാവശ്യ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി മാത്രം വിഹിതമാണ് അവരുടെ അധ്വാനത്തിനായിട്ട് അവർക്ക് നൽകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാ ഫാക്ടറികളോടും ചേർന്ന്, അല്ലെങ്കിൽ ഈ നഗരത്തിലെ തൊഴിലാളി വർഗത്തിൻ്റെ ഒരു നഗരത്തിലെ ഈ കുടിയേറ്റ തൊഴിലാളികൾ താമസിക്കുന്ന ഒരു വലിയ ഹബ്ബ് തന്നെ ഉണ്ടാവും. അതായത് ഗ്രാമങ്ങളിൽ നിന്നെത്തി നഗരങ്ങളിൽ എത്തുന്ന തൊഴിലാളികളാണ് ഓരോ നഗരവും പടുതുയർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. മറ്റ് വൻകിട മുംബൈ ഡൽഹി ഉൾപ്പെടെയുള്ള നഗരങ്ങളിലൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ, അല്ലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒക്കെ താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ താരതമ്യമേന മെച്ചപ്പെട്ടതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അത് കേരളത്തിൻ്റെ ഒരു തൊഴിലവകാശങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ കേരളത്തിലുണ്ടായിരിക്കുന്ന പ്രക്ഷോഭങ്ങളുടെയും കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രബുദ്ധതയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ പ്രബുദ്ധതയുമൊക്കെയായി ബന്ധപ്പെട്ടിട്ടാണ്. ഇങ്ങനെ പറയുമ്പോൾ തന്നെ എന്നെ വലിയ തരത്തിലുള്ള ഒരു വംശീയമായ വിവേചനം തൊഴിലാളികൾ അനുഭവിക്കേണ്ടി വരുന്നു. അതുമാത്രമല്ല, തൊഴിൽ രംഗത്ത് ഈ വലിയ തരത്തിലുള്ള ചൂഷണമാണ് അനുഭവിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ
ഈ കോർപ്പറേറ്റ് സെക്ടറിൽ വൻകിട ഫാക്ടറികളിലൊക്കെ തന്നെ ഈ ഡൽഹിയിലും ബാംഗ്ലൂരും ബോംബെയിലും മാത്രമല്ല ഈ അടിമ സമാനമായ ജീവിത സാഹചര്യം നമ്മളുടെ ഇവിടുന്ന് അങ്ങ് കൊച്ചി ഭാഗത്ത്, കൊച്ചി ആലപ്പുഴ റൂട്ടിലൊക്കെ തന്നെ ഉള്ള നിരവധി, ചേർത്തല റൂട്ടിലൊക്കെ ഉള്ള ഫിഷ് എക്സ്പോർട്ടിംഗ് കമ്പനികളൊക്കെ തന്നെയുണ്ട്. ഈ ഫിഷ് എക്സ്പോർട്ടിംഗ് കമ്പനികളിലൊക്കെ തന്നെ ഈ അടിമ സമാനമായ സാഹചര്യമാണ് ഉള്ളത്. അതുപോലെ ഗാർമെൻറ്റ്സ് ഫാക്ടറി, കിറ്റക്സിലൊക്കെ തൊഴിലാളികളുടെ വലിയ കലാപം തന്നെ ഉണ്ടായി. ഒരു പോലീസ് ജീപ്പ് കത്തിക്കുകയും പോലീസിനെ കയ്യേറ്റം ചെയ്യുകയും ഒക്കെ ഉൾപ്പെടുന്ന തലത്തിലേക്ക് എത്തിയ തൊഴിലാളികളുടെ ഒരു വലിയ കലാപം തന്നെ കിറ്റക്സിലുണ്ടായ ഒരു സാഹചര്യമുണ്ട്. ഈ ഗാർമെൻറ്റ്സ് ഫാക്ടറികളിലൊന്നും തന്നെ തൊഴിലാളികളെ പുറത്തു പോകാനായിട്ട് അനുവദിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു. വളരെ തുച്ഛമായ വേതനത്തിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്നു. നമ്മളുടെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അശോക് ദാസ് എന്ന് പറഞ്ഞ ഒരു തൊഴിലാളി, അദ്ദേഹം ബംഗാളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ട് നാഗാലാൻഡിലേക്ക് തൊഴിലിന് വേണ്ടി പോയിട്ടുള്ള ഒരു കുടുംബമാണ്. ഈ നാഗാലാൻഡിലാണ് അവർ താമസിക്കുന്നത്. ഇദ്ദേഹം അശോക് ദാസ് ജനിച്ചതൊക്കെ നാഗാലാൻഡിലാണ്. അദ്ദേഹം മൂവാറ്റുപുഴയിൽ വെച്ചിട്ട് കേരളത്തിലേക്ക് തൊഴിലന്വേഷിച്ച് വന്നു. അദ്ദേഹം ഒരു ഹോട്ടലിൽ പാചകക്കാരനായിട്ട് തൊഴിൽ ചെയ്തു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തദ്ദേശീയരായിട്ടുള്ള 2 സ്ത്രീ സുഹൃത്തുക്കളുടെ കാണുന്നതിന് വേണ്ടി രാത്രി 8 മണിക്ക് അദ്ദേഹം പോയതിന് ശേഷം തിരിച്ചു വന്ന സമയത്ത് നാട്ടുകാർ അദ്ദേഹത്തെ പിടിച്ചു നിർത്തുകയും ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തെ മർദ്ദിക്കുകയും അയാൾ മരണപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം പറഞ്ഞ ഹിന്ദിയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്നും തന്നെ നാട്ടുകാർക്ക് ഈ ഭാഷ അറിയില്ല എന്നുള്ളത് കൊണ്ട് അത് മനസ്സിലായില്ല. അവർ മോഷ്ടാവാണെന്നുള്ള തരത്തിൽ അദ്ദേഹത്തെ മർദ്ദിച്ചു. അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം പോലും ബന്ധുക്കൾക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല. ഈ നാഗാലാൻഡിലെ ഏറ്റവും സാമൂഹികവും സാമ്പത്തികവുമായി പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇദ്ദേഹം മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭയം അവർക്കുണ്ടായിരുന്നു കേരളത്തിലേക്ക് വീണ്ടും വരുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ ഈ ഭയമൊക്കെ മാറ്റി അവരുമായിട്ടൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ആ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ കുടുംബങ്ങളുമായിട്ടൊരു ബന്ധം പുലർത്തുകയും അവരെ ഇവിടെ കൊണ്ടുവരികയും അവസാനം മൃതദേഹമെങ്കിലും അവർക്ക് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കുകയും ചെയ്യണമെന്ന് പ്രോഗ്രസീവ് വർക്കേഴ്സ് ഓർഗനൈസേഷൻ നിരവധി തവണ ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകി, ബന്ധപ്പെട്ട അധികാരികൾക്ക് കത്ത് നൽകിയിട്ട് പോലും ഏതാണ്ട് 12 ദിവസത്തിന് ശേഷം ഈ അശോകദാസിൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്ന് ഇമെയിൽ വഴി അനുമതി വാങ്ങിച്ചിട്ട് ഇവിടെ സംസ്കരിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ കൊല്ലത്ത് ഒരു ബംഗാളിൽ നിന്ന് മാൽദ ജില്ലയിൽ നിന്നുള്ള ഒരു തൊഴിലാളി, അദ്ദേഹം കുടുംബമായിട്ട് താമസിക്കുകയും കൺസ്ട്രക്ഷൻ വർക്ക് വാടകയ്ക്ക് താമസിച്ചുകൊണ്ട് കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന ഒരു തൊഴിലാളിയായിരുന്നു. ഇദ്ദേഹം അവിടെ വില കൊടുത്ത് ഈ ദേശീയ മുറുക്കി എന്ന് പറയും, അതായത് നാടൻ കോഴി അവരുടെ ഗ്രാമത്തിൽ അവർ വളരെ സാധാരണയായിട്ട് അവർ കഴിക്കുന്ന ഒന്നാണ് നാടൻ കോഴിയാണ്. അപ്പോൾ ഈ കോഴിയെ വില കൊടുത്ത് വാങ്ങിക്കൊണ്ട് അദ്ദേഹം വരുന്ന സമയത്ത് തദ്ദേശീയരായിട്ടുള്ള ആളുകൾ ഇത് മോഷ്ടിച്ചുകൊണ്ട് വന്നതാണ് എന്ന് പറഞ്ഞ് അയാളെ പിടിക്കുകയും മർദ്ദിക്കുകയും അയാൾ മരണപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതുപോലെ മലപ്പുറത്ത് ഒരു തൊഴിലാളി മോഷ്ടാവാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പിടിക്കുകയും അയാൾ പിടിച്ചു നിർത്തുകയും അയാൾ കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, കോട്ടയത്തുണ്ടായിട്ടുണ്ട്. അപ്പം ആൾക്കൂട്ടങ്ങൾ കൊല ചെയ്യുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഇതൊരു വംശീയമായ ഒരു വിവേചനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ആളുകളെ ഒരു വംശീയമായ വിവേചനവുമായി ബന്ധപ്പെട്ടിട്ട് നിലനിൽക്കുന്ന കാര്യമാണ് ഈ ഇത്തരം ആൾക്കൂട്ട കൊലപാതകമൊക്കെ തന്നെ. തൊഴിലാളികളിൽ മോഷണ കുറ്റമൊക്കെ ആരോപിക്കപ്പെട്ടുകൊണ്ട് തൊഴിലാളികളെ കൊല ചെയ്യുന്നു. മാധ്യമങ്ങളൊക്കെ അതിനൊരു വലിയ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. നിരന്തരമായി തൊഴിലാളികൾ കുറ്റവാളികളാണ് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രചരണം നടത്തുന്നു. അപ്പോൾ ഇത്തരത്തിൽ കുറ്റവാളികളാണ് എന്നുള്ള ഒരു പ്രചരണം നടത്തുന്നതിൻ്റെ പിന്നിലെ താല്പര്യം, അതിൻ്റെ പിന്നിലെ യുക്തി എന്താണെന്ന് വെച്ചാൽ തൊഴിലാളികളുടെ കൂടുതൽ അനുസരണയും വിധേയത്വവും ഉണ്ടാക്കിക്കൊണ്ട് തൊഴിലാളികളുടെ അധ്വാനം കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുക എന്നുള്ളതാണ് ഇത്തരത്തിൽ ഈ കുറ്റവാളികളാണ് എന്ന് മുദ്ര കുത്തിക്കൊണ്ട് നടത്തുന്ന ഒരു പ്രചരണത്തിന് പിന്നിലുള്ളത്. ഇത്തരം അതിക്രമങ്ങൾ വഴി ഈ വിധേയത്വം ഉറപ്പിക്കുകയും ഭീതി സൃഷ്ടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ ഭീതി സൃഷ്ടിക്കപ്പെടുന്നത് ആത്യന്തിക ഒരു ചൂഷണം നിലനിർത്തുന്നതിന് വേണ്ടി കൂടിയാണ്.
മറ്റ് സംസ്ഥാനങ്ങളിലില്ലാത്ത രീതിയിലൊരു പോലീസ് തൊഴിലാളികൾ ഇപ്പോൾ കേരളത്തിന് പുറത്ത് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികൾ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യണമെന്നുള്ളൊരു നിബന്ധന വയ്ക്കുകയുണ്ടായി. അപ്പോൾ ഇത് ശരിക്കും ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യമാണ്. ഇന്ത്യയിലെവിടെയും യാത്ര ചെയ്യാനും അവിടെ താമസിക്കുവാനുമുള്ള ഒരു അവകാശത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്യണമെന്നുള്ളൊരു നിബന്ധന ഏറ്റവും ദരിദ്രരായിട്ടുള്ള തൊഴിലാളികൾക്ക് മാത്രമേ ഉള്ളൂ. ഈ കോർപ്പറേറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ഉയർന്ന CEOs ഉൾപ്പെടെയുള്ള ഉയർന്ന ഓഫീസേഴ്സ് റാങ്കിലൊക്കെയുള്ള ആളുകൾക്ക്, ഉയർന്ന സാലറി മേടിക്കുന്ന ആളുകൾക്കൊന്നും തന്നെ ഇങ്ങനെ ഈ നിബന്ധന ബാധകമല്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യവസായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തുന്ന ആളുകൾക്കും ഇവിടെ രജിസ്റ്റർ ചെയ്യണമെന്നുള്ള നിബന്ധന ബാധകമല്ല. ഇത് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾക്ക് മാത്രമാണ് ഈ നിബന്ധന ബാധകമായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിന് പുറത്ത് പോകുന്ന ഒരാൾ, കേരളത്തിന് പുറത്ത് ധാരാളം ആളുകൾ തൊഴിൽ ചെയ്യുന്നുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്, ഡൽഹിയിലും ബോംബെയിലും ബാംഗ്ലൂരും ഒക്കെ ജോലി ചെയ്യുന്നുണ്ട്. ഈ ആളുകളൊക്കെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യണം എന്ന ഒരു നിബന്ധന കൊണ്ടുവന്നാൽ അതിനർത്ഥം എന്താണ്? ഞാൻ കുറ്റവാളിയല്ല അല്ലെങ്കിൽ എന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി രജിസ്റ്റർ ചെയ്ത് ഒരാൾ തെളിയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അത് തൊഴിലാളികളുടെ ഇടയിൽ കുറ്റവാളികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവമായുള്ള ഒരു ശ്രമവും കൂടെ യഥാർത്ഥത്തിൽ നടക്കുന്നുണ്ട്. ഏതൊരു സമൂഹത്തിലും കുറ്റകൃത്യങ്ങൾ ഉള്ളതുപോലെ തന്നെ തൊഴിലാളികളുടെ ഇടയിലും കുറ്റകൃത്യങ്ങൾ ഉണ്ട് എന്നുള്ളത് വസ്തുതയായിരിക്കുമ്പോൾ തന്നെ ജനസംഖ്യാനുപാതികമായി നോക്കുമ്പോൾ തൊഴിലാളികളുടെ ഇടയിൽ കുറ്റകൃത്യങ്ങൾ കൂടുതലായിരിക്കുന്നു എന്നുള്ളതിന് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന സ്ഥിതിവിവര കണക്കുകളോ തെളിവുകളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയധികം രാഷ്ട്രീയ പ്രബുദ്ധതയും തൊഴിലാളി സമരങ്ങളിലൂടെയൊക്കെ കടന്നുപോയിരിക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ കേരളത്തിന് പുറത്തു നിന്നെത്തുന്ന തൊഴിലാളികൾ മരണപ്പെടുന്ന, ആക്സിഡൻറ്റിൽ മരണപ്പെടുന്നവരെ സംബന്ധിച്ചിട്ടുള്ള ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ മറ്റിന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലെ തന്നെയാണ് കേരളത്തിൻ്റെ സാഹചര്യവും. ഒരു തരത്തിലും ഈ അപകടത്തിൽ മരണപ്പെടുന്ന ആളുകൾക്ക് ഒരു തരത്തിലുള്ള കോമ്പൻസേഷനും നിയമാനുസൃതമായിട്ടുള്ള നഷ്ടപരിഹാരവും ലഭിക്കുന്നില്ല. അംഗവൈകല്യം സംഭവിച്ചിട്ടുള്ള നിരവധി ആളുകളുണ്ട്, ജോലി ചെയ്യാൻ കഴിയാത്ത നിരവധി ആളുകളുണ്ട്. ഇവർക്കാർക്കും നിയമാനുസൃതമായ ഒരു നഷ്ടപരിഹാരം നൽകുന്നതിന് വേണ്ടിയിട്ടോ ഇവരുടെ പുനരധിവാസം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടോ ഒരു പദ്ധതിയും ഗവൺമെൻറ്റിന് ഇല്ല എന്നുള്ളതാണ്. ഇത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ പോലും വരികയോ ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിൽ പെടുകയോ പോലും ചെയ്യാത്ത ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നിരവധി തൊഴിലാളികളാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഏകദേശം ഒരു മാസം ഒരു 50ഓളം തൊഴിലാളികളെങ്കിലും മരണപ്പെടുമെന്നാണ് ഏകദേശം നമുക്ക് അനുമാനിക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ മരണപ്പെടുന്ന തൊഴിലാളികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനായിട്ടുള്ള ഒരു സംവിധാനം, അത് നാട്ടിലെത്തിക്കുന്ന ഒരു സംവിധാനത്തിന് വേണ്ടി ദീർഘനാളായിട്ട് അത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും സ്വകാര്യ ഏജൻറ്റുമാർ 1 ലക്ഷവും 2 ലക്ഷവും 50,000 60,000 ഇതിങ്ങനെ മൃതദേഹം വെച്ച് വിലപേശൽ നടത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. മൃതദേഹം പ്രിയപ്പെട്ട, പലപ്പോഴും പണമില്ലാത്തതിനെ തുടർന്ന് മൃതദേഹം ഇവിടെ സംസ്കരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ സ്വകാര്യ ഏജൻറ്റുമാരുടെ വിലപേശലിന് വിധേയമാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മൃതദേഹം കൊണ്ടുപോകുന്നതിന് വേണ്ടി നാട്ടിൽ ഈ ഭൂമി പണയപ്പെടുത്തിയൊക്കെ കടം വാങ്ങുകയോ കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരിക്കുന്ന ഒരാൾ മരണപ്പെടുന്ന സാഹചര്യത്തിൽ ആ മൃതദേഹം എത്തിക്കുന്നതിന് വേണ്ടി ഭൂമി പണയപ്പെടുത്തി കടം വാങ്ങേണ്ട സ്ഥിതി ഉണ്ടാകുന്നു. അപ്പം ഈ സ്ഥിതിയൊക്കെ തന്നെ കേരളത്തിലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആൾക്കൂട്ട കൊലപാതകങ്ങളും വംശീയമായ അധിക്ഷേപങ്ങളും ജോലി ചെയ്തതിന് ശേഷം വേതനം ലഭിക്കാത്ത സാഹചര്യങ്ങളുമൊക്കെ നിരവധി തൊഴിലാളികൾക്കാണ് ജോലി ചെയ്തതിന് ശേഷം വേതനം നൽകാതെ കബളിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വേതനം ലഭിക്കാത്ത തൊഴിലാളികൾക്ക്, വേതനം നൽകാത്തവർക്ക് നിയമപരമായി ശിക്ഷ ഉറപ്പുവരുത്തുന്നതിനും തൊഴിലാളികൾക്ക് വേണ്ടി ഔദ്യോഗികമായി പ്രവർത്തിക്കുന്ന തൊഴിൽ വകുപ്പിൻ്റെ ഒരു ഹെൽപ്പ് ലൈനോ മറ്റ് ഹെൽപ്പ് ലൈൻ നമ്പറുകളോ തൊഴിൽ വകുപ്പോ ഒന്നും ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പോലും ചെലുത്തുന്നില്ല എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഈ മുഖ്യധാര ട്രേഡ് യൂണിയൻ, പരമ്പരാഗത രീതിയിലുള്ള പഴയ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾ ഈ സംഘടിത തൊഴിലാളി വർഗത്തിൽ, ഈ പ്രധാനമായും ട്രേഡ് യൂണിയനുകളിൽ അംഗമായിക്കൊണ്ടിരിക്കുന്നതും നിയമപരിരക്ഷ ലഭിച്ചുകൊണ്ടിരിക്കുന്നതുമൊക്കെ തന്നെ സംഘടിത തൊഴിലാളി വർഗത്തിനാണ്.
അപ്പോൾ ഈ സംഘടിത തൊഴിലാളി വർഗത്തെ സംഘടിപ്പിക്കുന്ന തരത്തിലുള്ള സംഘടിത തൊഴിലാളി വർഗത്തിന് വേണ്ടിയിട്ടുള്ള പരമ്പരാഗത രീതിയിൽ ുള്ള ട്രേഡ് യൂണിയൻ പ്രവർത്തനം കൊണ്ട് ഈ നഗരത്തിലെ കുടിയേറ്റ തൊഴിലാളികളുടെ അല്ലെങ്കിൽ നഗരങ്ങളിലെ അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്ന കുടിയേറ്റ തൊഴിലാളികളുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിനൊരു പുതിയ പ്രവർത്തന ശൈലിയും ഒരു പുതിയ നവീനമായ ആശയങ്ങളുമൊക്കെയാണ് അത് മുന്നോട്ട് വയ്ക്കപ്പെടേണ്ടതുണ്ട്. ഒരു പുതിയ തൊഴിലാളി സംഘടനാ പ്രവർത്തനത്തിൻ്റെ മാതൃകകൾ നമുക്ക് മുന്നോട്ട് വയ്ക്കേണ്ടതുണ്ട്. തൊഴിലാളികൾ രാഷ്ട്രീയ പ്രബുദ്ധത സമരങ്ങളിലൂടെ രാഷ്ട്രീയ പ്രബുദ്ധത ആർജിക്കുന്നത് വഴിയേ ഇന്ന് നിലനിൽക്കുന്ന ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയൂ, നമുക്ക് അഭിമുഖീകരിക്കാൻ കഴിയൂ.